ലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത് കേൾക്കട്ടെ. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്ക് എന്താ? അവര് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? നിങ്ങളുടെ ചെലവിൽ ജീവിക്കുന്ന ആളാണോ? അല്ലല്ല, നിങ്ങൾ എന്താ പറഞ്ഞ? ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ വരുത്ത എന്റെ വീട്ടിൽ വന്നോട്ടെ. എന്താ കുഴപ്പം? ഇത് എന്താണിത്? ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ പുറത്തൊക്കെ ജീവിച്ച ആളല്ലേ? നിങ്ങൾ ഏത് സമൂഹത്തിലാണ്? മുഴുവൻ സമൂഹം അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ എന്തിനാണ്? ഞങ്ങൾ മണ്ടന്മാരാണോ ഇങ്ങനെ ഒരു ഷോയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ? ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രോബ്ലം ഇല്ലല്ലോ. നിങ്ങൾ എന്ത് മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇത് ഞാനും ആക്ച്വലി ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ അഭിചേട്ടനോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ താല്പര്യം എന്റെ പേഴ്സണൽ പേഴ്സണൽ കാര്യമല്ലേ? നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മാത്രമാണ്, നിക്ഷിപ്തമാണ്. നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? സർ, ഞാൻ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞത്. എനിക്കിപ്പം എന്റെ ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. അവിടെ നിൽക്കാൻ സാധ്യതയില്ല. എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടില്ല. ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഇത് ഇപ്പോഴല്ല, വളരെയധികം പ്രശ്നം ഉണ്ടാവും. ലക്ഷ്മി, നിങ്ങൾ ഈ ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽസിനെയാണ് ചോദ്യം ചെയ്യുന്നത്. എത്രയോ കഴിഞ്ഞ ഷോയിലും എത്രയോ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അവർക്ക് എന്താണ് കുഴപ്പം? ഞാൻ കമ്മ്യൂണിറ്റിക്ക് എതിരോ അങ്ങനെ ഇതല്ല പറഞ്ഞേ. ഞാനൊരു അമ്മയാണ്, എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ്. ഏത് ഏജിലാണ് കുട്ടികളെ ഷോ കാണുന്നതല്ലേ? നിങ്ങളുടെ അമ്മയും മകളും നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ എനിക്ക് ഒന്നാമത്തെ എടുക്കാം. ഇവിടെ ഈ ഒരു സ്ത്രീയാണ് ഇതിനെ ഓപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞെന്താണ്, വ്യക്തിപരമായി ഇതിനെ നോർമലൈസ് ചെയ്യുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്നാണ്. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വ്യക്തിപരമായിട്ട് അല്ലേ? അപ്പോൾ വ്യക്തിപരമായിട്ട് ഒരാൾക്ക് വിയോജിക്കാനുള്ള അവകാശമില്ലേ അല്ലേ? ഇവിടെ പറഞ്ഞ് നോർമലൈസ് ചെയ്യാൻ പറ്റില്ലെന്നേ പറഞ്ഞല്ലോ. അല്ല, ഞാനതിനെ കൊല്ലുന്നൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യത്തെ, എന്തൊരു വിഷയത്തെ ആകട്ടെ, അത് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു വിഷയമാണെങ്കിൽ, വിയോജിപ്പുള്ളൊരു വിഷയമാണെങ്കിൽ, അത് നോർമലൈസ് ചെയ്യുന്നത് അതിനെ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കത് പറ്റൂല എന്ന് പറയുന്നതിൽ എന്താ? നോം തീരുമാനിക്കുന്നത് മോഹൻലാലിൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ത് നടക്കുന്നില്ല എന്ന് കരുതിയിട്ടാണോ? അത് ഒരു സ്ഥലത്തിൽ എന്താണ്, ഞാൻ എന്താണോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്താണോ അത് നിങ്ങൾ കോപ്പി ചെയ്യണമെന്ന് പറയുന്ന പോലല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഹോം ബാറുണ്ട്, അവിടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നൊക്കെ. അതിനർത്ഥം കേരളത്തിലെ സമൂഹത്തിലെ എല്ലാവർക്കും ഇതെന്ത് ചെയ്തു, നോർമലൈസ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അതാണ് കൾച്ചറൽ നോം എന്നാണോ? ഇത് അംഗീകരിക്കാൻ ഈ സമൂഹത്തിന് എന്ത് ബാധ്യതയാണുള്ളത്? ഇതുപോലെ തന്നെ അദ്ദേഹം പറയും ഇതൊരു പുരോഗമന പ്ലാറ്റ്ഫോമാണെന്നാണ്. ഇത് ബിഗ് ബോസിൻ്റേത്. ഓക്കെ, നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ അതിനകത്ത് നടക്കുന്ന എല്ലാം, അവിടെ നടക്കുന്ന എല്ലാം പുരോഗമനപരമാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും. എത്രയോ അതിനകത്ത് തല്ലുന്നത്, മുഖത്തടിക്കുന്നത്, പിന്നെ ഈ പല സാധനം എടുത്ത് എറിയുന്നത്, അവർ പരസ്പരം പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്, ഇതിൻ്റെയൊക്കെ വീഡിയോ അവർ പബ്ലിഷ് ചെയ്യാറുണ്ട്. അതൊരു വെറുതെ വഴക്കുണ്ടായി എന്നുള്ള രൂപത്തിലാണ്. എന്തോ ആയിക്കോട്ടെ, അത് ഒരു പക്ഷേ പ്ലാൻഡായ വളരെ ആക്റ്റഡ് ആയിട്ടുള്ള സാധനമൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മളതിനെ മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ വളരെ കൾച്ചേർഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പുരോഗമനപരമായ കാര്യങ്ങളാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നത്. വെച്ചാൽ സിനിമയിലൊക്കെ നടക്കുമല്ലോ, അതൊക്കെ എന്താണ് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നടക്കാറുണ്ട്. ഇനി വേറൊന്ന്, ഇദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങൾ വിദേശത്തൊക്കെ താമസിച്ച ആളുകളെന്നാണ്. അപ്പോൾ അത് തന്നെയാണ് അവരുടെ ക്രെഡിബിലിറ്റി. അവർ വിദേശത്തൊക്കെ താമസിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇത് വിദേശത്തൊക്കെ എങ്ങനെയാണ് പരിണമിച്ച് അപകടകരമായി തീർന്നത് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർ അതിനെതിർത്തതിൽ എന്താണ് തെറ്റുള്ളത്? ഇനി ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ പറയുന്നത്, അവർ പറയുന്നത് ഞാനൊരു അമ്മയാണ്, അതുകൊണ്ട് തന്നെ എന്താണ് എൻ്റെ കുട്ടികളും ഞങ്ങളൊക്കെ അത് കാണാറുണ്ട്. അപ്പോൾ എനിക്കിവിടെ വലിയൊരു പ്രയാസം എന്ന് വെച്ചാൽ, ഈ മോഹൻലാലുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും എന്നെ ആകർഷിച്ചുള്ള വീഡിയോ ഉണ്ടെന്ന് വെച്ചാൽ, സമദാനി സാഹിബ് പങ്കെടുത്ത മറ്റേ
അമ്മയെക്കുറിച്ച് കരയുന്ന. അപ്പോൾ അദ്ദേഹം അമ്മയെക്കുറിച്ച് പറയുമ്പോൾ കരയുകയാണ് വെച്ചാൽ ആ ഒരു വേദിയെ തന്നെ വികാരനിർഭരമാക്കുന്നത് മോഹൻലാൽ അമ്മ എന്ന പദത്തോട് കാണിക്കുന്ന ആ ഒരു വികാരവായ്പും ആദരവുമാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അമ്മ എന്നൊക്കെ പറയുമ്പോൾ നേരെ തിരിച്ച് അതിന് നിങ്ങൾ അമ്മയാണെങ്കിൽ എനിക്ക് എന്താന്നുള്ള രീതിയിൽ എന്താണ് ഉള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അവിടെ ഒന്നുകിൽ അദ്ദേഹം ആദ്യത്തേത് ആക്ടിങ്ങും ഇപ്പോഴത്തത് പിന്നെ ശരിയാവണം. എന്തായാലും ശരി, അത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയോട് ആ നിലയ്ക്കെങ്കിലും നമ്മൾ കണ്ടിരുന്ന ഒരു മുഖത്തെ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ്. പിന്നൊന്നെന്ന് വെച്ചാൽ പലപ്പോഴും ഇദ്ദേഹം പറയുന്നത്, ഞാൻ പല പരസ്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മിലിറ്ററി യൂണിഫോമൊക്കെ ഇട്ട് ഞാൻ ഭാരതീയൻ വെച്ചാൽ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു സിമ്പലായിക്കൊണ്ട് അദ്ദേഹം വരാറുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ ലെസ്ബിയനിസവും ഗേ കൾച്ചറും അല്ലെങ്കിൽ LGBTQ കൾച്ചറാണോ ഭാരതീയ സംസ്കാരത്തിൻ്റെ സിമ്പൽ? അദ്ദേഹം തുറന്നു പറയട്ടെ, ആ ഭാരതീയന് ഇത് ഉൾക്കൊള്ളുന്നതാണോ എന്ന് മോഹൻലാൽ പറയേണ്ടതുണ്ട്. ഇനി വേറൊന്നെന്ന് വെച്ചാൽ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ കോടതിയിൽ വരെ പോകാൻ സാധ്യതയുള്ളത്. എന്താണ് ഇതിൻ്റെ, അത് വളരെ പബ്ലിക്കായൊരു പ്ലാറ്റ്ഫോം, ഇത്തരത്തിൽ സംവാദത്തിനും ചർച്ചയ്ക്കുമൊക്കെ സാധ്യതയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നമുക്കറിയാം, നമ്മളൊക്കെ പലപ്പോഴും ചാനലിലിരിക്കുമ്പോൾ വിരുദ്ധാഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ലേ, ഇതങ്ങനത്തെ അല്ല എന്ന് അദ്ദേഹം ഒന്നുകിൽ സ്ഥാപിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെയാണെങ്കിൽ ഇവിടെ എന്താ ശരിക്കും കോടതി കയറേണ്ട പ്രശ്നം എന്താ ഉള്ളത്? ഇപ്പോൾ കോടതിയെ സംബന്ധിച്ചോളം അത് സെയിം സെക്സ് മാരേജിനെ അനുവദിച്ചിട്ടില്ല. സെയിം സെക്സ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കാരണം വെച്ചാൽ അതിപ്പോൾ ഒരാൾ സ്വകാര്യതയിൽപ്പെട്ടതാണ്. ഞാനും നിങ്ങളൊരു വീട്ടിൽ താമസിക്കേണ്ട ആരാം കോടതിക്ക് പറ്റൂലല്ലോ. പക്ഷേ സെയിം സെക്സ് മാരേജിനെ കോടതി അംഗീകരിച്ചില്ല, അത് കേസ് വന്നതാണ്. അതിനർത്ഥം എന്താണ്? ഇതിനൊരു ലീഗൽ ഐഡൻറ്റിറ്റി നൽകാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അവിടെ ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു ലീഗൽ ഐഡൻറ്റിറ്റി ഇല്ല. കാരണം അത് ഹെയർഷിപ്പുമായിട്ടും ചില നമ്മളെന്താ പറയുക, ഈ അവരുടെ സ്വത്തവകാശങ്ങൾ, പെൻഷൻ, മറ്റാനുകൂല്യം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതൊന്നും അനുവദിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും ലീഗൽ ഐഡൻറ്റിറ്റി ഇല്ല. അപ്പോൾ ഇതിന് അനാവശ്യമായി മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇത് കോടതി ഇടപെടേണ്ട വിഷയമാണ് എന്ന രൂപത്തിൽ പറയുന്നത് തന്നെ അബദ്ധമാണ്, അതിൽ അറിവില്ലായ്മയാണ്. പിന്നെ ഡിസ്ക്രിമിനേഷൻ്റെ വിഷയമാണ് പറഞ്ഞത്. ഇവിടെ എന്താണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുള്ളത്? സത്യത്തിൽ ഇവർ ആകെ പറഞ്ഞതുള്ളൂ, എനിക്കിത് യോജിക്കാൻ പറ്റില്ല, എൻ്റെ വീട്ടിൽ കയറ്റൂല ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റണമെന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ പട്ടി ചിലപ്പോൾ വീട്ടിൽ കയറ്റൂല. അതിനർത്ഥം എന്താണ്? നിങ്ങൾ പൂച്ചനെയും പശുവിനെയൊക്കെ കയറ്റുന്നുണ്ടെങ്കിൽ പട്ടിയെ കയറ്റുന്ന ഞാൻ ഇവരെ പട്ടിയേക്കൊന്നും പറഞ്ഞ് എന്ത് ചെയ്യണ്ട. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാൾക്ക് അയാളുടേതായ ചില ചോയ്സുകളുണ്ടാകും. പ്രത്യേകിച്ചും സ്വന്തം വീട് എന്ന് പറയുമ്പോൾ അത് തൻ്റെ സ്വകാര്യതയുടെ ഇടമാണ്. അവിടെ എന്ത് നടക്കണം നടക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശം ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിനപ്പുറം നമ്മളൊരാളെ കയറിയിട്ട് ഭരിക്കുക എന്ന് പറയുന്നത് ഒരു തരം ഡിക്റ്ററ്റോറിയലായിട്ടുള്ള ഒരു നിലപാടാണ്. പിന്നെ എന്ന് വെച്ചാൽ മുഴുവൻ സമൂഹവും അക്സെപ്റ്റ് ചെയ്തെന്നാണ്. അത് എവിടുന്ന് കിട്ടിയെന്ന് മനസ്സിലായില്ല. മുഴുവൻ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ ഇതിൽ തന്നെ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഇരിക്കുന്നില്ലേ, വേറെ ആരോ ഉണ്ട്. കഴിഞ്ഞ ബിഗ് ബോക്സിലും എന്താണ് ഇതുപോലെ ഇതിനെ ശക്തമായിട്ട് എതിർത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അവരെങ്കിലും ഈ മുഴുവത്തിൽ നിന്ന് പുറത്താകണ്ടേ. നമുക്കറിയാം ഒരു 10% ആളുകൾ പോലും ഇത് അംഗീകരിച്ചിട്ടുണ്ടാവില്ല. ഇനി അംഗീകരിക്കുന്നവരുണ്ടെങ്കിൽ പോലും ഈ ഗേ മാനിഫെസ്റ്റോ പോലുള്ള സാധനങ്ങൾ ഒരു തവണ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇവർ പരിശ്രമിക്കുന്നത് മനസ്സിലാക്കിയാൽ അവരൊക്കെ കൈകഴുകിയും ചെയ്യും പോകും. പിന്നൊരു വാദമാണ് ലോകം മുഴുവൻ അവിടുന്ന് പോയി ലോകം മുഴുവൻ എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇത് ഇപ്പോൾ നമുക്കറിയാം എത്ര രാജ്യങ്ങളാണ് പിന്മടങ്ങുന്നത് എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവരാരും എന്ത് ചെയ്യുന്നില്ല, പത്രം വായിക്കുന്നില്ല, ഈ പുസ്തകങ്ങൾ വായിക്കുന്നില്ല, ഈവൻ മീഡിയ വാച്ച് പോലും നടത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം എന്താണ് ട്രംപിൻ്റെ നയം എന്നുള്ളത്. ഇലോൺ മാസ്ക് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന അത്രയും വലിയ സമ്പന്നനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്ത് സ്റ്റാൻഡ് സ്വീകരിച്ചു എന്നുള്ളത് കോടതി വിധികളിൽ ഉണ്ടായിരുന്നത്. പലരും ആ ഒരു റിട്ടേണിങ് പ്രോസസ്സിലാണ് ഉള്ളത്. അപ്പോൾ ഇനി മാത്രമല്ല എത്ര രാജ്യങ്ങളാണ് ഇപ്പോൾ ഇതിനെ അംഗീകരിച്ചിട്ടുള്ളത്? 10-38 രാജ്യങ്ങൾ, 110-200ഓളം രാജ്യങ്ങളുള്ളതിൽ. അപ്പോൾ ഇതെല്ലാം തന്നെ ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് അദ്ദേഹം വെച്ചത്. പിന്നെ എന്തായാലും ഇവിടെ ഒരു സോഷ്യൽ യാർഡ് സ്റ്റിക്ക് ഇതിനകത്തൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കൾച്ചറൽ ഇമ്പോസ്റ്ററുടെ റോളാണ് അദ്ദേഹം പ്ലേ ചെയ്തത്. എന്തായാലും മോഹൻലാലിനെ പോലുള്ള ആളുകൾ പഠിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കുക. എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു ആശയത്തെ ശാസ്ത്രീയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ
ലോകത്തുടനീളം നടന്നിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം എത്രയെത്ര ഈ കണ്ടക്റ്റഡ് ഈ PhDകൾ ഇതിനകത്ത് വന്നിട്ടും ഇതൊക്കെ ഡിസ്പ്രൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയാത്, ഇത് ജന്മസിദ്ധമാണ്, തിരഞ്ഞെടുപ്പല്ല എന്ന വാദത്തിൽ വന്നു. അത് വല്ലാതെ കൊട്ടി ഘോഷിപ്പിക്കപ്പെട്ടു. അതെന്ത് ചെയ്തു? പിൽക്കാലത്ത് ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു. ഇതിന് സവിശേഷമായ മസ്തിഷ്ക ഘടനയുള്ളത് കൊണ്ടാണ് ഇത്തരം ആളുകൾ അങ്ങനെ ആവുന്നതെന്ന് പറഞ്ഞു. ഈ കാര്യം പിൻകാലത്ത് എന്ത് ചെയ്തു? ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു. പിന്നെ ഈ ഹൈപ്പോതലാമസിൽ NaH 1 2 3 4 എന്ന് പറയുന്ന 3ൻ്റെ വലിപ്പം ഇത്തരം ആളുകൾ കൂടുതലാണ് എന്നൊരു വാദവുമായിട്ട് വന്നു. ഉടൻ അതെന്ത് ചെയ്തു? ആഘോഷിക്കപ്പെട്ടു. അത് പിൽക്കാലത്ത് പിന്നെ ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഈ ഹൈപ്പോതലാമസിൽ തന്നെ SC എന്ന് പറയുന്ന ഒരു ന്യൂറോണിൻ്റെ കൂട്ടമാണ്. ഇതിൻ്റെ വലുപ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ തിയറി കൊണ്ടുവന്നു. ഇതൊക്കെ വലിയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്ന തിയറികളാണ്. അതെന്ത് ചെയ്യുന്നു? ഡിസ്പ്രൂവ് ചെയ്യപ്പെടുന്നു. ഗേജീൻ കണ്ടെത്തിയെന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു സെലിബ്രേഷനാണ് നടന്നത്. ഇത് അങ്ങനെ ഒന്ന് സാധനം തന്നെ എന്താണ് ഇല്ല എന്നുള്ളത് ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു. പിന്നെ ഈ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട്, ഹിറമോണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ജനിതക ഘടനയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പല തിയറികളും കൊണ്ടുവന്നു. പക്ഷേ ഇന്ന് ലോകത്ത് പൂർണ്ണമായി ആ വിഷയത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ ഇവരെന്ത് ചെയ്യും? അതുണ്ട് ഇതുണ്ടെന്ന് പറയും. പക്ഷെ ഇതൊക്കെ ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം പലപ്പോഴും പറയാൻ ശ്രമിക്കുകയും ചെയ്യില്ല. ഇനിയും വരും തിയറീസ്. കാരണം ഇതൊരു ഇൻഡസ്ട്രിയാണ്, പിങ്ക് മണിയാണ്. ആ പിങ്ക് മണിക്ക് വേണ്ടി നടക്കുന്നൊരു വലിയ ഇൻഡസ്ട്രിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തരം ഈ കൾച്ചറൽ ഇമ്പോസിഷൻ ഇദ്ദേഹം നടത്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വില കുറച്ചു കളഞ്ഞു എന്ന് മാത്രം നമുക്ക് പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ഇനിയെങ്കിലും കുറച്ചുകൂടെ ചിന്തിച്ചും മാന്യമായും മാത്രമേ മോഹൻലാലിനെ ഒരാൾ ഇടപെടാതെ നമുക്കൊരു അഭിപ്രായമുണ്ട്. മനോഹരമായ കുടുംബ സംവിധാനത്തിലേക്ക് എത്തിക്കുന്ന ഹെറ്ററോനോർമറ്റിവിറ്റി അതിനെ തകർക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ല, ഈ വിഷയം പിന്നെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി എല്ലാവരും ചർച്ച ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ആദ്യം നമ്മളെ കുടുംബങ്ങൾ ഈ വിഷയം മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഈ പിന്നെ ആളോട് ആക്രോശിച്ച് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ വാചകങ്ങളൊക്കെ ഇവിടെ അമിത് മാഷ് പലതും പറഞ്ഞു. അല്ല, ഞാൻ നോട്ട് ചെയ്തൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോയുടെ ഫണ്ടമെന്റൽസിനെയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ പിന്നെ ചോദ്യം ചെയ്യുന്നത് എന്നാണ്. ഇതാണ് വീട്ടമ്മമാരും കുട്ടികളും കേരളത്തിലെ മലയാളികളും തിരിച്ചറിയേണ്ട ഒരു കാര്യം. അഥവാ ഏഷ്യാനെറ്റ് സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം LGBTQAIA++ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത്തരം ഒരു കൾച്ചറിനെ മലയാളി സമൂഹത്തിലേക്ക്, കുടുംബങ്ങളുടെ ഉള്ളിലേക്ക് പിന്നെ ശരിക്ക് കൊണ്ടുവരാൻ വേണ്ടി എടുത്തു വന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് ചട്ടം കെട്ടിയ അതിൻ്റെ അവതാരകനാണ് ഈ നടൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഈ പ്രോഗ്രാം ഒരിക്കലും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനോ മറ്റുള്ള കാര്യമില്ല. ഇവർക്ക് കാശ് കിട്ടാനും നമ്മുടെ അടുത്ത തലമുറയെ കുളം തോണ്ടാനുമുള്ള പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുമ്പിലിരിക്കുന്ന, ഇരുത്തുന്ന, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന, ഇത് കാണുന്ന കാഴ്ചക്കാരും കുടുംബിനികളും കുട്ടികളും മലയാളികളും ഈ വിഷയം തിരിച്ചറിയാൻ കിട്ടിയ ഒരു സന്ദർഭമായിട്ട് എന്ത് ചെയ്യണം, ഇതിനെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നേരത്തെ ഈ വിഷയം ഇപ്പോഴും നല്ല കേരളത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഇത് പാഠ്യപദ്ധതി വന്ന സമയത്താണ് കൂടുതൽ ചർച്ച വന്നത്. ജനകീയ ചർച്ച വന്നപ്പോൾ അതിൻ്റെ ആ കരട് രേഖ, ആ കരട് രേഖയ്ക്ക് മുമ്പ് പല രീതിയിൽ ഇറങ്ങിയ കുടുംബശ്രീയുടെ ഒരു പിന്നെ രേഖ ഉണ്ടായിരുന്നു. ആ രേഖകളിലൊക്കെ LGBTQ എന്ന് പറയുന്ന ആ സംവിധാനവും അതിൽ L എന്താണ്, G എന്താണ്, അതിനെയൊക്കെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് എഴുത്തുകളുണ്ടായിരുന്നു. അത് നമ്മളന്ന് ഇതുപോലെ ചർച്ചയ്ക്ക് വെച്ചു. അത് ചർച്ചയ്ക്ക് വെച്ചപ്പോൾ ഇതൊന്നും ഇവിടെ നടത്താൻ പോണ കാര്യമല്ല, ഇതൊന്നും ഇവിടെ വരാൻ പോണ കാര്യമല്ല. വെറുതെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നടക്കണ, യൂറോപ്പിലൊക്കെ നടക്കുന്ന സാധനങ്ങൾ ഇവിടെ മലയാളികളുടെ കൂട്ടത്തിൽ നടക്കുമെന്ന് പറയണം. അതൊന്നും ഇതിലില്ല. അത് ഈ പിന്നെ ട്രാൻസ്ജെൻഡറിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അവരെ നമ്മൾ അവരെ പിന്നെ പരിഗണിക്കണം എന്ന് പറയാനാണ്, അല്ലാതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിച്ച് കൈകാര്യം ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് കാണേണ്ട, കാത് തുറന്ന് കേൾക്കേണ്ട വാചകങ്ങളാണ് ഈ നടൻ അവിടെ വിളിച്ചു പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ. അതായത് ഒരു സംഗതി സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ 2-3 സ്റ്റെപ്പാണല്ലോ. ഒന്ന്, അത് ഗ്ലോറിഫൈ ചെയ്യും എന്നുള്ളതാണ്. അതായത് ഒരു സംഗതി എടുത്തു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, അത് ഗ്ലോറിഫൈ ചെയ്യും. ഈ ഗ്ലോറിഫിക്കേഷനാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇദ്ദേഹത്തെ നമ്മുടെ ഭരണ പ്രതിപക്ഷ സ്റ്റേജുകളിൽ വലിയ അതിഥിയായിട്ട് ഇതിൻ്റെ അംബാസഡറായിട്ട് എന്ത് ചെയ്യും കൊണ്ടുവരുന്നുണ്ട്. അപ്പം എന്തായി ആ നിലക്ക് അംഗീകാരം, പിന്നെ വലിയ വലിയ കമ്പനികളും ആളുകളും, പിന്നെ സിനിമാ ലോകത്ത് വേറെ നിലക്കുള്ള അംഗീകാരം. അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് ശരി എന്ന രൂപത്തിൽ ഇവിടെ രാഷ്ട്രീയക്കാർ മുതൽ മന്ത്രിമാർ മുതൽ താഴെ തട്ടിലുള്ള ആളുകൾ വരെ സാധാരണക്കാർ വരെ അങ്ങനെ ഒരു പ്രിവിലേജ് ഇവർക്കുണ്ട്. ആ പ്രിവിലേജിന് ഉപയോഗപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏഷ്യാനെറ്റിന് പോലെയുള്ള ഒരു ഷോയിൽ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്ലോറിഫിക്കേഷൻ ആണ് ഒന്ന്. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഡീസെൻസിറ്റേഷൻ ആണ്. അതായത് ഇതൊന്നും ഇത്ര കാര്യമാക്കണ്ട, അതൊന്നും വിഷയമല്ല എന്ന രൂപത്തിലേക്കുള്ള ഒരു സാമാന്യവൽക്കരണം. അത് കഴിഞ്ഞ് അവസാനത്താണ് എന്ത് നോർമലൈസേഷൻ. ഇത് പറ്റേ പിന്നെ നോർമലൈസ് ചെയ്ത് പോകുക എന്നുള്ളത്. ഇപ്പൊ ആ നോർമലൈസ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല. അതിന്റെ അടുത്ത സ്റ്റെപ്പൊക്കെ പോയത് എനിക്ക് ഈ കമ്മ്യൂണിറ്റിനെ ഞാൻ അങ്ങനെ ആക്ഷേപിക്കണമെന്നില്ല, അത് അവരങ്ങനെ ജീവിച്ചോട്ടെ, അവരത് പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്. എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിൽ അഭിപ്രായമില്ല. അത് എത്രത്തോളം ഹരാസ് ചെയ്തിട്ടും അതിനുശേഷം അവഗണിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്. ആദ്യം കണ്ട ക്ലിപ്പിന് ശേഷമുള്ള ക്ലിപ്പ് കൂടി ഞാൻ കേട്ടു. അപ്പൊ അതിലെന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ അവസാനം നിങ്ങൾ ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൈ പൊന്തിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ട്, അവൾ അവസാനം കൈ പൊന്തിച്ചില്ല. അത് ആ വർത്തമാനത്തിന്റെ ഒരു ശക്തി ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ ഒരു ശക്തി, ആ ശക്തി കൊണ്ട് ശരിക്കും എന്ത് ചെയ്തതാണ്, ആ ട്രോമയിൽ പെട്ടിട്ട് അവർ കൈ താഴ്ത്തിയിട്ടു. പക്ഷെ ഈ പറഞ്ഞ ആ സ്ത്രീ എന്ത് ചെയ്തു, വീണ്ടും കൈ പൊന്തി, ഒറ്റക്കൊരു കൈ മാത്രം പൊന്തി. കാരണം അത്രക്കും അവർക്ക് ബോധ്യമുണ്ട് എന്ത്, ഞാനൊരു അമ്മയാണ്, എൻ്റെ കുട്ടി ഇത് അനുകരിച്ച പ്രശ്നമാണ്, അത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോഴാണ് പറയണത് എന്ത്, ഈ പറഞ്ഞ വാചകങ്ങളൊക്കെ എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലൊന്നും അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. അപ്പൊ ഇനി ഇപ്പൊ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ ഇനി വിമർശിക്കുന്നത് പോലും പ്രശ്നമാണ്. അവർ തീവ്രവാദികളും കുഴപ്പക്കാരുമാണ്, നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് പറ്റുന്ന ഒരു ഫിഗറാണ്, ഒരു രൂപമാണ് എന്ത് ചെയ്തത് ഇദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ ഉണ്ടായി വരുന്നത്. ഇനി എന്താ സംഭവിക്കാൻ പോകണം അറിയോ, കുട്ടികൾ ഈ ഒരു ആശയത്തിലേക്ക് പോകുമ്പോൾ രക്ഷിതാക്കളെങ്ങാനും തടഞ്ഞാൽ ഇദ്ദേഹം എടുത്ത റോളായിരിക്കും കുട്ടികളെ രക്ഷിതാക്കളെ നെഞ്ചത്ത് പ്രയോഗിക്കുക. അത് മലയാളികൾ നല്ലോണം കാത്തിരുന്നോട്ടെ. അതാണ് ഈ വിഷയത്തിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇതിൽ പിന്നെ ഈ സിനിമാ താരങ്ങളുടെയൊക്കെ ഒരു താരപദവി, അത് ബുദ്ധിയുള്ള മനുഷ്യന്മാർ അവർ പറയുന്ന വിഷയം നോക്കിയിട്ട് വേണം എന്ത് എടുക്കാൻ. അല്ലാതെ അവരൊക്കെ അവർ പറഞ്ഞു വിചാരിച്ച് അത് തൊണ്ട തുടങ്ങാതെ വിഴുങ്ങണ സ്വഭാവം ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഈ ലെസ്ബിയൻ ഇപ്പം LGBTQ എന്ന് പറയുന്ന സംഗതിയിലെ ഒന്നാമത്തെ അക്ഷരത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ പ്രശ്നം. ഇനി ബാക്കിയുള്ള അക്ഷരങ്ങൾ ഓരോ ഇതേമാതിരിയാണ് വിശദീകരിക്കണം. അത് ഇവിടെ പഠിക്കണം എന്ന് ഞാൻ പറയുന്നത്. ഇത് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു തോന്നലാണ് എന്ത്, നമ്മളിതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു മതപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ വിമർശിക്കുകയാണ് എന്ന ഒരു മുൻവിധി. രണ്ടാമത്തെ മുൻവിധി, ഇവർക്ക് ലോകം തിരിയില്ല, കാലം തിരിയില്ല, ഇവർക്ക് പുരോഗമനം അറിയില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു മുൻധാരണ വെച്ചുകൊണ്ടേ ഈ വിഷയത്തെ കാണാറുള്ളൂ. ഇത് മാധ്യമപ്രവർത്തകർക്ക് നിരക്ഷരാണ് ഈ വിഷയത്തിൽ. ഇത് പറയുമ്പോഴേക്ക് അതെന്തോ പാനിന്റെ പ്രശ്നമാണ്, അതെന്തോ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അവർക്ക് ഇങ്ങോട്ട് വിറളി പിടിക്കും. അവരൊക്കെ ഈ വിഷയം എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് പഠിക്കേണ്ടതുണ്ട്. പഠിക്കാൻ പറ്റിയ ഒരു സന്ദർഭം കൂടിയാണ്. പക്ഷേ ഈ വിഷയമൊന്നും ആർക്കും ചർച്ച ചെയ്യപ്പെടാൻ കഴിയില്ലല്ലോ, ചർച്ച ചെയ്യാൻ കഴിയില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത് ഒന്ന് പഠിക്കാൻ ഈ സന്ദർഭത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതോടൊപ്പം സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം. ഇപ്പോൾ ഒരു കുട്ടി ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കുട്ടി ഈ 2 പെൺകുട്ടികളെ കുറിച്ചിട്ട് അവൻ്റെ അമ്മയോട് ചോദിക്കണത്, അമ്മേ ആ പെൺകുട്ടികൾ ആരാണ്, എന്താണ്, അവർ സിസ്റ്റേഴ്സാണോ, അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തായാലും പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞു കൊടുക്കുന്നതോട് കൂടി ഈ കുട്ടിയുടെ മനസ്സിലേക്ക് കയറണം, അതൊരു കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പോഴും ഇത് കേൾക്കുന്ന ആൾക്കാർ എന്നാലും ആണും കല്യാണം കഴിക്കുക, പെണ്ണും കല്യാണം കഴിക്കുക, അതിലൊന്നും ജീവിക്കുക, അതൊക്കെ ഒറ്റപ്പെട്ട കേസായിരിക്കും, അതൊന്നും നമ്മളെ കുട്ടികളിലേക്ക് അങ്ങനെ വരൂല എന്ന് ഇത് കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ ഞാനിപ്പോൾ അടുത്തൊരു സ്ഥലത്ത് പിന്നെ പ്രഭാഷണത്തിന് വന്നപ്പോഴേ ആ സ്റ്റേജ് കയറുന്നതിന് മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവിടെ എനിക്ക് പരിചയമുള്ള 1-2 കുടുംബത്തിൽ ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് താമസിക്കണം, ഒന്നിച്ച് ജീവിക്കണം, അതായത് പെണ്ണും ഒന്നിച്ച് ജീവിക്കണം, എനിക്ക് അങ്ങനെയാണ് താല്പര്യം എന്ന് പറയുന്ന കുട്ടികൾ വരെ ഉണ്ട് എന്ന് അവരുടെ രക്ഷിതാക്കൾ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിൻ്റെ എത്ര ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങി. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. അപ്പോൾ അതിൽ ഒരു രക്ഷിതാവിൻ്റെ ആശങ്കയാണ്, ഒരു കമൻറ്റാണ്, ഇങ്ങനത്തെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിൻ്റെ ബോക്സിൽ കമൻ്റ് അടിച്ചാണ്. എന്താ കമൻറ്റിലുള്ളത്, പിന്നെ എൻ്റെ കുട്ടികൾ പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ സംഭവം? അപ്പോൾ ഇത് ഈ രീതിയിലേക്ക് കുട്ടികളിലേക്ക് ഇത് വരും. കുട്ടികൾക്ക് ശരിയും തെറ്റും അറിയില്ലല്ലോ. അപ്പോൾ അത് വളരെ ഗൗരവപൂർവ്വം എന്ത് ചെയ്യുന്നുണ്ട്,
പിന്നെ രക്ഷിതാക്കൾ ഈ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചാണ് ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയ കുട്ടി ആശുപത്രിയിലായി. ശ്രദ്ധിച്ചോ? എന്താ? പെണ്ണാകാൻ വേണ്ടിയിട്ട്. ഇതേ സംഭവം തന്നെ ആലപ്പുഴക്കാരിയായ ഒരു കുട്ടി പിന്നെ ഇത് മാറ്റി വെച്ചിട്ട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അവൾ പത്രക്കാരുടെ മുമ്പിൽ പരസ്യമായിട്ട് വീഡിയോയിൽ വന്ന് പറഞ്ഞു. പിന്നെ കുട്ടി ആത്മഹത്യ ചെയ്തു നോക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും കേരളത്തിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് ചെറിയ കാര്യമല്ല. ഇതിന് നമ്മുടെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ, ഇത് പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന മന്ത്രിമാർ ഒരുപാടുണ്ട്. അവർക്ക് ഇതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് അവരിത് പഠിച്ചിട്ടില്ല. എന്തോ ഒരു പുരോഗമനം എന്നുള്ള നിലക്കാണ് അവർ ചെയ്യുന്നത്. അത് അവരുടെ ഫേസ്ബുക്ക് നോക്കിയാൽ കിട്ടും, അവരുടെ പിന്നെ എക്സ് നോക്കിയാൽ കിട്ടും, ഒക്കെ നോക്കിയാൽ കിട്ടും. അതിലുള്ളതൊക്കെ പിന്നെ വരുന്ന സമീപ ഭാവിയിൽ അതിനൊക്കെ എണ്ണി അവരെന്ത് ചെയ്യേണ്ടി വരും? മറുപടി പറയേണ്ടി വരും. ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് എഴുതി വെച്ച നമ്മുടെ പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാഠപുസ്തകങ്ങൾ ഓരോന്നും അതിൻ്റെ ആശയങ്ങൾ എടുത്ത് നോക്കിയാൽ എന്താണോ ഈ നടൻ ഇവിടെ വിളിച്ചു പറഞ്ഞത് അതിൻ്റെ ഒരു വിഷ്വൽ രൂപമാണ്. അദ്ദേഹം പറഞ്ഞ ആശയമാണ് കുട്ടികളെ പാഠപുസ്തകത്തിലൂടെ പല വരികളിലൂടെയായിട്ട് പഠിപ്പിക്കുന്നത്. അതിന്നും കേരളം ചർച്ച ചെയ്തിട്ടില്ല. അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ടുണ്ടാവും.